നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന മിലാനിലെ നമ്മളുടെ യാത്ര തുടങ്ങുന്നത് നഗരസ്ഥിരാകേന്ദ്രമായ പാർക്കോ സിംപിയോണിയിൽ നിന്ന് തന്നെയായിരിക്കണം. 95 ഏക്കറിൽ പടർന്നു കിടക്കുന്ന പാർക്കോ സിംപിയോണിയുടെ കിഴക്കേ അറ്റത്ത് മരങ്ങൾക്കിടയിലൂടെ കണ്ണെറിഞ്ഞുകൊണ്ട് സുവർണരശ്മികളുമായി സൂര്യൻ പതുക്കെ ഉദിക്കുന്നതേയുള്ളൂ. വർഷം പഴക്കമുള്ള പാർക്കിൻ്റെ ഒരറ്റത്ത് ഉദയസൂര്യനെ ചുംബിച്ചു നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് സമാധാനത്തിൻ്റെ കവാടം അഥവാ ആർച്ച് ഓഫ് പീസ്. വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ പാരീസിലേക്ക് നീണ്ടുകിടക്കുന്ന പാതയുടെ തുടക്കം മാത്രമല്ല മിലാൻകാർക്ക് ഈ കവാടം. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഫ്രഞ്ച് യോദ്ധാവിൻ്റെ സ്മരണ ഉയർത്തുന്ന ഈ കവാടം മിലാൻ അയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് പണി പൂർത്തിയാക്കിയത്. വീണുപോയവൻ്റെ സ്മാരകങ്ങളെ തച്ചുടയ്ക്കുന്നതല്ല, മറിച്ച് അവയെ ഒന്നുകൂടി തേച്ചുമിനുക്കി വീണുപോയ യോദ്ധാവിന് സ്മരണയർപ്പിക്കുന്നതാണ് മിലാൻ നമ്മളോട് പറയുന്ന ചരിത്രം. പാർക്കിൻ്റെ ഒരു വശത്ത് മഞ്ഞുകാലം വന്നെത്തി എന്ന് സമ്മതിക്കാതെ ശരത്കാല സ്മരണകളിൽ മഞ്ഞയണിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, അവയ്ക്ക് പിന്നിൽ അരേന ചിവിക്ക എന്ന സ്റ്റേഡിയം. ഇന്റർ മിലാന്റെ പന്തുരുളുന്നതിനു മുൻപ് 200-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കായിക വിനോദങ്ങൾ ഇറ്റാലിയൻ നാഗരികതയുടെ ഭാഗമായപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഗിൽബർട്ട് ഇലിയോട്ട് എന്ന സ്കോട്ട്ലൻഡുകാരൻ ഗവർണറുടെ അധിനിവേശ കാലം തുടങ്ങുന്നതേയുള്ളൂ എന്നോർക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മിലാനിലെ വളരെ പ്രശസ്തമായ ഫുർസേസ്കോ കാസിലാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്യപ്പെട്ടതാണ്. 15-ാം നൂറ്റാണ്ടിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വലിപ്പം അന്ന് ചെറുതായിരുന്നു. പിന്നീട് 16-ും 17-ും നൂറ്റാണ്ടുകളിൽ കൂടുതൽ വലിപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം വളരെ വളരെ വലിയതും അതേസമയം കൺസ്ട്രക്ഷൻ്റെ ഇൻറ്റഗ്രിറ്റി അതുപോലെ തന്നെ നിൽക്കുന്നതുമായ ഒരു ബിൽഡിങ്ങാണിത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഇട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും നല്ല പുത്തം പോലെയാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. ഇതിന് ചുറ്റും ഒരു വലിയ ഗാർഡൻ തന്നെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ സൺറൈസ് കാണാനൊക്കെ. അപ്പോൾ രാവിലെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇവിടെ രാവിലെ ഒരു 8 മണിക്കെങ്കിലും എത്തണം. 8 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വിൻ്റർ ടൈമിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നിങ്ങളുണ്ടാവും. വളരെ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ ആയിരിക്കും അത്. എന്നോടൊപ്പം ആദ്യമായാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത യാത്രയുടെ സമയമാകുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ഇനി നമുക്ക് പോകാനുള്ളത് മിലാൻകാരുടെ കലയുടെ പൈതൃകമായ തിയേറ്ററോ അല്ലാ സ്കാല അഥവാ ല സ്കാല തിയേറ്റർ കാണാനാണ്. 245 വർഷത്തെ ഓപ്പറ സംഗീതത്തിൻ്റെയും ബാലെയുടെയും അലയൊലികൾ ഉയരുന്ന ല സ്കാലയെ പറ്റി പറയാൻ ഒന്നേ ഉള്ളൂ: ട്രൂലി വേൾഡ് ക്ലാസ്. മോട്സാർട്ട് എന്ന അതുല്യ പ്രതിഭയുടെ സംഗീതം ഇന്നും ഇവിടെ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും ചെവിയോർത്താൽ. ശരാശരിക്കാരനിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ ബെസ്റ്റ് വർക്ക് പുറത്തെടുക്കാൻ മോട്സാർട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ക്ലിപ്സിൻ്റെ ലെജൻഡറി സ്പീക്കറായ ല സ്കാലയ്ക്ക് ആ പേര് എവിടുന്ന് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദിസ് മൈ ഫ്രണ്ട്സ് ഈസ് ദ പവർ ഓഫ് ഇൻസ്പിറേഷൻ, ട്രൂ ഇൻസ്പിറേഷൻ. നല്ല ഭംഗിയുണ്ട് കണ്ണാടി ഇരിക്കുന്ന കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഫണി. നിങ്ങൾക്ക് ഞാൻ എങ്ങനത്തെ ഒരു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ, ഇതാണ് എൻ്റെ ക്യാമറ ഗിയർ. ഈ ഉച്ചയെരിഞ്ഞ നേരത്ത് നമുക്കിനി പോകാനുള്ളത് മോണുമെൻ്റൽ സെമിത്തേരിയിലേക്കാണ്. നൊമ്പരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന അനേകം ശില്പങ്ങൾ നമുക്കിവിടെ കാണാം.
മിലാൻ കത്തീഡ്രലിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഗലേറിയ വിറ്റോറിയോ ഇമ്മാനുവേലെ ടു ഇറ്റലിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഷോപ്പിംഗ് ഗാലറിയാണ്. 1877 പണിതീർത്ത ഈ കെട്ടിടം സ്ഫടിക കുംഭഗോപുരങ്ങൾ കൊണ്ടും മനോഹരമായ ഫ്ലോറിംഗ് കൊണ്ടും ആകർഷണീയമാണ്. മിലാൻ ലോകത്തിൻ്റെ ഫാഷൻ തലസ്ഥാനമാണ് എന്ന് നമ്മളോട് വിളിച്ചു പറയും വിധം ലക്ഷറി ബ്രാൻഡുകളുടെ കടകൾ കൊണ്ട് ഇവിടം നിറഞ്ഞിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒരറ്റത്ത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ സൃഷ്ടികളുടെ മോഡലുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം കൂടിയുണ്ട്. ഒടുവിൽ നാം എത്തി നിൽക്കുന്നത് സാക്ഷാൽ മിലാൻ കത്തീഡ്രലിൻ്റെ മുൻപിലാണ്. പേർക്കിരിക്കാവുന്ന പാകത്തിൽ വലിപ്പമുള്ള ഈ പള്ളിയെപ്പറ്റി അതിനുള്ളിൽ കടന്നു നിൽക്കുമ്പോൾ ഒന്നേ നിങ്ങൾക്ക് പറയാനാകൂ: സ്പെക്ടാക്യുലർ, ജസ്റ്റ് സ്റ്റണ്ണിങ്. വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഡുവോമോ ഡി മിലാനോ എന്ന ഈ മാർബിൾ അത്ഭുതം മിലാൻ്റെയും ഇറ്റലിയുടെയും അഭിമാനത്തിൻ്റെ നെടുന്തൂണാണ്. ഗോതിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയത്തിലെ ശില്പകല അഭൂതപൂർവമായ ആശ്ചര്യത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് നോക്കി നിൽക്കാനാവൂ. എന്നാൽ ഈ മഹത്തായ മാനവ നിർമ്മിതിയെ കാർന്നു തിന്നുന്ന ഒന്നുണ്ട്: വായുമലിനീകരണം. ഇത് മാർബിൾ ആദ്യം ചാരനിറമാകുന്നതിനും പിന്നെ പതുക്കെ ദ്രവിച്ച് കറുക്കുന്നതിനും കാരണമാകുന്നു. 365 ദിവസവും ഈ കത്തീഡ്രലിൻ്റെ മെയിൻ്റനൻസ് പ്രവൃത്തികൾ നിർവഹിക്കാൻ ഒരു ടീം തന്നെ വേണ്ടിവരുന്നു എന്നതാണ് സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. എവറിത്തിങ് ഈസ് നോട്ട് ലോസ്റ്റ്. ഇവിടെ പൊതുഗതാഗതം വലിയൊരളവ് വരെ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് മലിനീകരണത്തെ ഒരളവ് വരെ പിടിച്ചു നിർത്തുന്നുണ്ട്.
നേരം ഇരുട്ടി. ഇനി നമുക്ക് നവീലിയിലേക്ക് പോകാം. വെനീസിനെ അനുസ്മരിപ്പിക്കും വിധം കനാലുകൾ നിറഞ്ഞ മിലാനിലെ ഒരിടമാണ് നവീലി കേട്ടോ. നൈറ്റ് ലൈഫിനു കൂടി പ്രശസ്തമാണ് നവീലി എന്ന ഈ ഏരിയ. ഇവിടെ കോക്ടെയിൽ ബാറുകൾക്കൊന്നും യാതൊരു പഞ്ഞവുമില്ല. ആദ്യമായാണ് വിസ്കി സവർ ഒരു കോളിൻസ് ഗ്ലാസ്സിൽ ഉണ്ടാക്കി കാണുന്നത് കേട്ടോ. ഒരിക്കൽ കൂടി നമുക്ക് മിലാൻ കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ രാത്രിയിലെ വൈബ് തീർച്ചയായും നമ്മെ വേറെ തരത്തിലെത്തിക്കും എന്നുള്ളതാണ് സത്യം. മിലാൻ ഓരോ നിമിഷവും എന്നെ അത്ഭുതപ്പെടുത്തിയ നഗരമാണ്. രാത്രിയുടെ പിടിയിലേക്ക് മിലാൻ പതുക്കെ പിൻവാങ്ങുമ്പോഴും ഡുവോമോ ഡി മിലാനോ എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കാലാതിശായിയായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത യാത്രയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായവും താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. എന്ത് ചോദ്യവും എഴുതാൻ മറക്കരുത്. അപ്പോൾ സ്നേഹത്തോടു കൂടി പിൻവാങ്ങുകയാണ് ഞാൻ കൊച്ചു, സ്വിറ്റ്സർലൻഡിൽ നിന്ന്.